ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മാർത്താണ്ഡ വന്നിരിക്കുകയാണ്. നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സഹോദരൻ്റെ മോള് മോട്ടു, നമ്മുടെ മോട്ടു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. അവളാണ് ചൂണ്ടയിടുന്നത്. നമ്മൾ മൈദ കോർത്ത് ചൂണ്ടയിടാനായിട്ടുള്ള പ്ലാനാണ് നമ്മുടെ. അപ്പം നമ്മൾ മാർത്താണ്ഡനാണ് നമ്മുടെ ഇവിടെ വീട്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് മോട്ടു എന്ന്. പേരെന്താ? അനുഗ്രഹ. സ്കൂളിലെ പേര് അനുഗ്രഹ. അപ്പം നമുക്ക് അവള് മീൻ പിടിക്കുന്നത് കാണാം. നേരെ നമുക്ക് പോകാം. നമ്മുടെ മൈദയെ നമ്മുടെ കുട്ടി മോട്ടു കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടയ്ക്ക് വേണ്ടി. കണ്ട, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഹൗസ് ബോട്ട് കണ്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തോട്ടിലെ നിറച്ച് ഹൗസ് ബോട്ടായിരിക്കും. ഇപ്പോൾ ഒരു 4-4:30 അതുകൊണ്ട് ശകലം കുറവുണ്ട്. ഉണ്ടോ, നമ്മൾ വരുന്നുണ്ട്. കണ്ടോ, ഈ പരിവായി കൂട്ടുകാരെ. നമ്മുടെ തീറ്റി ഏകദേശം റെഡി ആയി. കണ്ടോ, അപ്പം ഇത് മഞ്ഞ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പൊ നമുക്ക് പയ്യെ ഇനി പണി തുടങ്ങാം. അപ്പം നമ്മുടെ മോട്ട് പയ്യെ പണി തുടങ്ങുകയാണ്. വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ, ഒന്നും പോകണ്ട. വീടിൻ്റെ മുന്നിൽ ഇരുന്ന് നമുക്ക് പിടിക്കാമെന്നാണ് അവൾ പറയുന്നത്. നോക്കാം. മൈദ കോർക്കുന്നതൊക്കെ കാണിച്ചു തരാവേ. നല്ല പയ്യെ ചൂണ്ട അഴിക്കാറുണ്ട്. ചെറിയ കോല് അവൾക്കിടാൻ പരുവത്തിൽ നമ്മൾ റെഡിയാക്കി കൊടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഹൗസ് ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ, അത് കണ്ടോ. അതായത് തീറ്റ അവിടെ ഇട്ട് പറല് അത് പോയില്ല. ഞാനടുത്ത് പോയായിരിക്കും. കാലെ ഇറുക്കി പിടിച്ചിരിക്കുക ആണിത്. ആദ്യം നമ്മുടെ മോട്ടു അടിച്ചിട്ട പരലാണ് കേട്ടോ. കണ്ടോ, അടുത്തത് കരിമീൻ പള്ളത്തി. ഹാഹാ, കണ്ടോ 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 കണ്ടോ, അവിടെ ഊരുന്ന കണ്ടോണം. കണ്ടോ, ഒന്ന് കോർക്കുന്ന കാണിച്ചടാ. ഏതല്ല, അത്ര ഉള്ള പരിപാടി. നമ്മുടെ മോട്ടു പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ് കേട്ടോ. പഠിക്കുന്നത് നമ്മൾ ഇവിടുന്ന് കാഞ്ഞിരമാണ്, അതായത് കോട്ടയം ജില്ലയിൽ പോകണം. നമ്മൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്, പഠിക്കുന്നത് കോട്ടയം ജില്ലയിൽ. അപ്പം നമ്മൾ രാവിലെ ഒരു 8:15 ആകുമ്പോൾ 8:30 ആകുമ്പോൾ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിലാണ് നമ്മൾ പിള്ളേർ സ്കൂളിൽ പോകുന്നത്. അതിനുശേഷം വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് സ്കൂളിൻ്റെ അവിടെ ബോട്ട് വരും. തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കിന് 5 മണി കഴിയും. അപ്പം യാത്ര എന്ന് പറയുന്നത് നമുക്ക് ബോട്ട് ഉള്ളൂ, ബോട്ട് മാർഗം മാത്രമേ ഉള്ളൂ. ബസ്സൊന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റും കായലാണ്. മാർത്താണ്ഡം കായൽ അറിയാമല്ലോ, നമ്മുടെ മുരിക്കൻ കുത്തിയ കായലെന്നാണ് പറയുന്നത്. മാർത്താണ്ഡ ചിത്തിര റാണി. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മൾ മാർത്താണ്ഡയിലാണ്. കണ്ടോ, ഹൗസ് ബോട്ട് നമ്മുടെ ഇനി കൂടെ പോകുന്നുണ്ടോ. ശകലവും കൂടെ ഒന്ന് വെയിൽ മങ്ങുമ്പോഴത്തേക്കിന് ശരിക്കും മീൻ കിട്ടും. ഇപ്പോൾ ഒരു 4-4:30 ആയി. ഒരു 5 മണിയൊക്കെ ആണെങ്കിൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 5-5:30 ആകുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യം പോലെ മീൻ കിട്ടും. ഇത് കണ്ടോ, ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ. ഒരു ഇറങ്ങാനാണ് ഈ ഹൗസ് ബോട്ടിന് ഒരു ദിവസത്തേക്ക് 10,000-6,000 രൂപ ഒക്കെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തോ നമുക്ക് ഈ ഹൗസ് ബോട്ടുമായിട്ട് അങ്ങനെ ബന്ധമില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ് നമ്മൾ യാത്ര. അതേ അടുത്ത കരിമീൻ വള്ളത്തി കണ്ടോ അടുത്ത കരിമീൻ വള്ളത്തി. വേണ്ട അടുത്തത് കരിമീൻവെള്ളം തന്നെയാണ് വലിച്ചു തരുന്നത് കേട്ടോ. ഇന്ന് കരിമീൻവെള്ളം നമ്മൾ കറി വെക്കും. എന്താ മോട്ടു? കണ്ടോ കണ്ടോ അടിപൊളി. നമ്മുടെ നേരെ അക്കരെ കാണുന്ന 6 ബ്ലോക്കാണ് കേട്ടോ. 6 ബ്ലോക്കിൻ്റെ പടിഞ്ഞാറേ ബണ്ടായത് ഈ കാണുന്നത്. അതെ ഒരു ചേട്ടനെ കൊണ്ടുവിടുക. ഇത് കണ്ടോ നമ്മുടെ കാഞ്ഞിരത്ത് നിന്ന് വന്നാ കണ്ടോ? കാഞ്ഞിരം കണ്ട ഉച്ചയ്ക്ക് വന്നാ അല്ലേ? 2 ബോട്ട വന്നല്ലേ? 2 ബോട്ട വന്നല്ലേ? 12 അല്ലേ? കണ്ടോ ചേട്ടന് കിട്ടിയ മീൻ കണ്ടോ? കാണിച്ചു തരാം. കണ്ടോ ഇത് കണ്ടോ? നല്ല കിടുക്കൻ കരിമീനാണ് കിടക്കുന്നത്. കിടുക്കാച്ചി ഐറ്റംസ് കണ്ടോ? കണ്ടോ ചേട്ടൻ പറഞ്ഞ കേട്ടോ, കാണുന്നതിന് പൈസയാണ്. അത്ര സാധനം കിടക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ മോട്ട് ഇപ്പം പിടിക്കുമെന്നും പറഞ്ഞ് നടക്കുക. അപ്പാ അടുത്ത സ്ഥലം മോട്ടോറെ വന്ന് ഇത് കണ്ടോ? മോട്ടോറെ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ മാർത്താണ്ഡക്കാരിലെ മോട്ടോറെ. ഇത് ശനിയാഴ്ച കാരണം ഡ്രൈവറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കായൽ ചെറിയ ഉപ്പിൻ്റെ അംശമുണ്ട്. അത് കാരണം വെള്ളം കയറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം മോട്ടോർ ഓടിക്കേണ്ട കാര്യമില്ല. അത് കാരണം ഡ്രൈവർമാരെല്ലാം വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം തീറ്റി കുറക്കുന്ന കണ്ടോ? കണ്ടോ ഇത്ര ഉള്ളു പരിപാടി. അതെ സാമാന്യം മുറിച്ച് വരണം. കണ്ടോ ചേരാം. കണ്ടോ നമ്മളെ ബോട്ട് വന്നു. പിള്ളേർ വരുന്ന ബോട്ട്. കണ്ടോ ഈ ബോട്ടിലാണ് നമ്മുടെ പിള്ളേരൊക്കെ വരുന്നത്. അതെ ഒരു നല്ല വരല് കുറുവാപ്പല്ല കേട്ടോ. ഇത് കണ്ടോ അതെ നമ്മുടെ മോട്ടുവിൻ്റെ ചേച്ചി വരുന്നുണ്ട് സ്കൂളിൽ പോയിട്ട്. കണ്ട ഇപ്പം വന്ന് ബോട്ടായിട്ട് ഇറങ്ങി വരുവാ. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന.
അപ്പോൾ ഇന്ന് അത് പോകുന്നടാ പോകുന്നടാ പോയത് കണ്ട. ഹായ്. ഇനി നമുക്ക് ഞങ്ങളുടെ അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോയി നമുക്ക് ഇട്ട് നോക്കാം. കല്ലടം കുട്ടിയോ? കല്ലടം കുട്ടി കണ്ടോ? കണ്ടത്തിൽ നിന്നങ്ങാണ്ടേ മോട്ടർ ഓടിച്ചപ്പോൾ ഇറങ്ങി വന്നാ കിട്ടി. ഒരു കരിയമ്പളം എടുക്കണേ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് കണ്ട കണ്ടാ ഊരിക്കോടി കൊത്തൊന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് കറിക്കുള്ള മീനൊക്കെ കിട്ടി. അപ്പൊ ഞാൻ നിർത്തിയൊക്കെയാണ്. അപ്പൊ ഞാൻ കറിക്കുള്ള മീനെ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരതേ നമുക്ക് കിട്ടിയ മീനാണ്. കറിയും വെള്ളത്തി പരല് കുറുവ ഉണ്ടോ ഇത്ര സാധനം നമുക്ക് കിട്ടി. ഒന്നും ചത്തിട്ടില്ല, നല്ല അടിപൊളി ഒരു കറിക്കുള്ളതുണ്ട്. ഒരു കല്ലടമുട്ടിയും കിട്ടി കണ്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.